ഹലോ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആഡ് പേജിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെ സോൾട്ടഡ് പീനട്സ് വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് തുടങ്ങാം. ഇവിടെ ഞാൻ സോൾട്ടഡ് പീനട്സ് ഉണ്ടാക്കാൻ വേണ്ടി മെഷർമെന്റ് കപ്പിൽ ഒരു 2.5 കപ്പ് റോ പീനട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു 200 ഗ്രാം പച്ചക്കപ്പലണ്ടി കാണും. ഇതിൽ ഞാൻ ജസ്റ്റ് ഒന്ന് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷമാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. പ്രോപ്പറായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്ന പീനട്സ് ഡയറക്റ്റ് ഷെല്ലിൽ നിന്ന് റിമൂവ് ചെയ്തേക്കുന്ന പീനട്സ് ആണ്, അല്ലാതെ കടയിൽ നിന്ന് റോ പീനട്സ് മേടിച്ചേക്കുന്നതല്ല. നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ 1-2 പീനട്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. അതിൻ്റെ ക്വാളിറ്റി നല്ലതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ഷെല്ലിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുത്ത പീനട്സിൽ എന്തെങ്കിലും ചെളിയോ പൊടിയോ കാണുവാണെങ്കിൽ അത് നിങ്ങളൊന്ന് വാഷ് ചെയ്തതിന് ശേഷം വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇവിടെ ഇപ്പം അതിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ശരിക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് വാട്ടർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ശരിക്കും ഒന്ന് വെള്ളം എല്ലാ ഭാഗത്തോട്ടും ആയതിനു ശേഷം മാത്രമേ ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ ചില ഭാഗങ്ങളിൽ ഉപ്പ് പിടിക്കും, ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഉപ്പ് പിടിക്കാതെയും വരും. ഞാനിവിടെ വളരെ കുറച്ച് സോൾട്ടേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യുമ്പോൾ തൊട്ട് ഉപ്പ് കൂട്ടിയിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്ത പീനട്സ് ഒരു ട്രേയിൽ നിരത്തി വെച്ച് കൊടുക്കാം. അതിലുള്ള വെള്ളമെല്ലാം ശരിക്കും ഉണങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേയിൽ പാച്ച്മെന്റ് പേപ്പർ വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് ഈ പീനട്സ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാച്ച്മെന്റ് പേപ്പറിന് പകരമായിട്ട് പേപ്പർ ടവലോ തുണിയോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ തംബ്നെയിലിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇത് ബേക്ക്ഡ് സോൾട്ടഡ് പീനട്സ് ആണ്, അല്ലാതെ നമ്മൾ ചട്ടിയിൽ വറുത്തെടുക്കുന്നതല്ല. അവൻ യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയെടുക്കുന്നത് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ട്രേയിലോട്ട് ഞാൻ പീനട്സ് മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്രോപ്പർ ഒന്ന് ലെവലാക്കി എടുക്കാം. ഒരു ഫോക്ക് യൂസ് ചെയ്തിട്ട് എല്ലാം ഒന്ന് കറക്റ്റ് ലെവലിലാകുന്നിടം വരെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പീനട്സ് മുഴുവൻ ഈവൻ ആയിട്ട് ഉണങ്ങി കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ നനഞ്ഞിരിക്കുന്ന പീനട്സ് മുഴുവൻ ശരിക്കും ഉണങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ബേക്ക് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നിങ്ങൾ ഈ നനവോട് കൂടി തന്നെ ബേക്ക് ചെയ്യാൻ പോയാൽ കുറേ സമയം എടുക്കും ഈ പീനട്സ് ബേക്ക് ചെയ്ത് കിട്ടാൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു ബേക്കിംഗ് ടൈം മനസ്സിലാകത്തുമില്ല. അതുകൊണ്ട് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഇത് ബേക്ക് ചെയ്തെടുത്താൽ കറക്റ്റ് 10 മിനിറ്റിനുള്ളിൽ 2.5 കപ്പ് സോൾട്ടഡ് പീനട്സ് നിങ്ങൾക്ക് റെഡിയായി കിട്ടും. ഇത് ഉണങ്ങി കിട്ടാൻ അധികം സമയമൊന്നും എടുക്കത്തില്ല. നമ്മൾ അധികം വെള്ളമൊന്നും ഒഴിക്കാത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. ഞാൻ സാധാരണ കൗണ്ടർ ടോപ്പിൽ എവിടെയെങ്കിലും ഒരു വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേന് ഇത് ഉണങ്ങി കിട്ടാറുണ്ട്. പക്ഷെ ഉപ്പിട്ടേക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഉണക്കിയെടുക്കുമ്പോൾ ഞാനൊരു പാച്ച്മെന്റ് പേപ്പറിലോ അല്ലെങ്കിൽ ഒരു പേപ്പർ ടവലോ ഇട്ടതിന് ശേഷമാണ് ഉണക്കിയെടുക്കാറ്. ഇത് ഉണങ്ങിയതിന് ശേഷം ഞാൻ ഈ പാച്ച്മെന്റ് പേപ്പറിൽ തന്നെ വെച്ചിട്ടാണ് പീനട്സ് ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാവുന്നതാണിത്. ഇപ്പോൾ രാവിലെ 10:45 കഴിഞ്ഞു. ഇനി നമുക്ക് ഉണങ്ങിയ പീനട്സ് ബേക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ, അതായത് 180 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് ആണ് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇവിടെ എനിക്ക് പീനട്സ് നിരത്താൻ വേണ്ടി ഒരു ട്രേ ആവശ്യം വന്നുള്ളൂ. പക്ഷേ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടുവാണെങ്കിൽ അതനുസരിച്ചിട്ട് വലിയ ട്രേ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പീനട്സ് ഈവനായിട്ട് ബേക്ക്ഡായി വരത്തില്ല. ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് കഴിഞ്ഞു. ഞാൻ ബേക്കിംഗ് ട്രേ പുറത്തെടുത്തിട്ടുണ്ട്. നിങ്ങളിങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുത്ത ബേക്കിംഗ് ട്രേയിൽ നിന്ന് പീനട്സ് കഴിച്ചു നോക്കിയാൽ ചിലപ്പോൾ അത് റോ ആയെന്ന് തോന്നാൻ ചാൻസ് ഉണ്ട്, അതായത് ശരിക്കും വെന്തിട്ടില്ലെന്ന്. നിങ്ങൾ ഇതൊരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രം കഴിച്ചു നോക്കിയാലേ ഇത് കറക്റ്റായിട്ട് വെന്തോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റുള്ളൂ. ഈ ഒരു പോയിന്റ് അല്ലാതെ വേറെ കുറച്ച് കാര്യങ്ങളും കൂടി നോക്കുവാണെങ്കിൽ നമുക്ക് ഈ പീനട്സ് കറക്റ്റായിട്ട് ബേക്ക്ഡ് ആയോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇതിലെ ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ബേക്കിംഗ് ട്രേ പുറത്തെടുക്കുമ്പോൾ തന്നെ ആ ബേക്ക്ഡ് ആയിട്ടുള്ള പീനട്സിന്റെ മണം വരാൻ തുടങ്ങും. അതുപോലെ തന്നെ ആ പീനട്സ് ചെറുതായിട്ട് ഇങ്ങനെ പൊട്ടുന്ന ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. ഈ ഒരു സൗണ്ട് കൂടാതെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും ഇതിനകത്തുള്ള പല പീനട്സും ഇങ്ങനെ ഓപ്പൺ ആയിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പീനട്സിന്റെ കളറ് വൈറ്റിൽ നിന്നും ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറായിട്ട് മാറിയിട്ടുണ്ടാവും. ഈ ഒരു പോയിന്റ്സ് മുഴുവൻ ഫോളോ ചെയ്തെടുത്ത പീനട്സ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ ഈ ഒരു കളറിലിരിക്കും. അതായത് നമ്മുടെ ബേക്ക്ഡ് പീനട്സ് റെഡിയായെന്നാണ്. ഇനി ഇതിന്റെ ചൂട് മാറിക്കഴിയുമ്പോൾ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെക്കാവുന്നതാണ്. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന പീനട്സ് നമ്മൾ ശരിക്കും കടയിൽ നിന്ന് മേടിക്കുന്ന സോൾട്ടഡ് പീനട്സ് പോലെ തന്നെയാണ്. യാതൊരു ടേസ്റ്റ് ഡിഫറൻസും കാണത്തില്ല. ഇങ്ങനെ പീനട്സ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എനിക്കിവിടെ ബേക്ക്ഡായി കിട്ടാൻ 10 മിനിറ്റ് എടുത്തുള്ളൂ. പക്ഷേ നിങ്ങൾ ഏത് അവനാണ് യൂസ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് സമയം മാറാൻ ചാൻസ് ഉണ്ട്. അതുപോലെ കഴുകിയെടുത്ത പീനട്സ് ആണെങ്കിൽ അത് ഉണങ്ങി കിട്ടാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. പിന്നെ നിങ്ങൾ ബേക്ക് ചെയ്യാൻ പോകുന്ന ട്രേയിൽ ഒറ്റ ലെയറായിട്ടേ പീനട്സ് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ, അല്ലാതെ അതെല്ലാം കൂടി ഒരുമിച്ച് കൂടി ഇട്ട് കൊടുക്കരുത്. അപ്പം ഒട്ടും ഹാർഡ് വർക്ക് ചെയ്യാതെ എങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ പീനട്സ് വീട്ടിലുണ്ടാക്കിയെടുക്കാമെന്ന് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു.